നമുക്ക് വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട്. ആ റൈസ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഒരു 3/4 ഭാഗം മാത്രം വേവിച്ചാൽ മതി. ഈ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുത്തരി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവോള ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ പച്ചമുളക് അതും കുറച്ച് ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പുലാവിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയും ചേർക്കുന്നുണ്ട്, തൈരും ചേർക്കുന്നുണ്ട്. തൈര് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ബീൻസ് എടുത്തിട്ടുണ്ട്, ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഉരുളൻകിഴങ്ങും ബീൻസും കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നല്ല ജീരകം. പിന്നെ എല്ലാ സ്പൈസസും നമ്മൾ അത് പൊടിക്കാണ്ട് നമ്മൾ എടുക്കണം കുറച്ച്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മല്ലിയില. വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതുണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പാനിൽ ഉണ്ടാക്കുക, എന്നാൽ മാത്രമേ നമുക്കത് സുഖമായിട്ട് ഇളക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. നമുക്ക് നെയ്യിൽ വേണമെങ്കിൽ നെയ്യിലും ഉണ്ടാക്കാം. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഈ സ്പൈസസ് എല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് വറക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഉണക്കമുളക് ഇടാം. നമ്മുടെ സ്പൈസസ് എല്ലാവരും ഈ എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും ചേർക്കാം. ഈ സവാള ഇനി നന്നായിട്ട് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല. സവാള ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജീരകം ചേർക്കാം. ഞാൻ ജീരകവും ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിയണം. അപ്പോൾ നമ്മുടെ ജീരകവും ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. തക്കാളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്കത് മൂടി വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് തക്കാളി വേവിക്കാം. ആ തക്കാളി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഇടാം. അപ്പോൾ മസാലകളൊക്കെ തക്കാളിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് തക്കാളി ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ഇടാം. നമുക്ക് ആദ്യം നമുക്ക് ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇടാം. ബീൻസ് ഇടാം. ഫ്രോസൺ ഗ്രീൻ പീസ് ഇടാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വയ്ക്കാം. നമുക്ക് ഇടയ്ക്ക് നമുക്ക് ഈ വെജിറ്റബിൾസ് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റും കൂടി ചേർക്കാം. നമുക്കിതിലേക്ക് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. തീ കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാം. നമുക്ക് അപ്പോൾ തൈര് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
തൈര് നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പുലാവ് എപ്പോഴും ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കരുത്. അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കാം നമുക്ക്. പിന്നെ നമ്മൾ റൈസ് ഒന്നും കൂടി പതുക്കെ വേവാനുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇടാം. നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളകിൻ്റെ പൊടി കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ പുലാവിന് കുറച്ചുകൂടി നല്ലൊരു കളറും കിട്ടും.